ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഒരു വെജിറ്റബിൾ പുലാവാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിനായിട്ടൊരു പാത്രം വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം, ഗീ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു 3 വറ്റൽമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്താണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1.25 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഇത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പൊട്ടറ്റോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ബീൻസ്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഗ്രീൻ പീസ്, ക്യാരറ്റ്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് വീണ്ടും ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ ബിരിയാണി റൈസ് വെള്ളത്തിലിട്ട് കുതിർത്ത് അതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 2 കപ്പ് റൈസ് ഉണ്ട്, അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഒരു 2 കപ്പ് അരിക്ക് ഒരു 4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ലെമൺ ജ്യൂസാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. തിളച്ചതിന് ശേഷം നമുക്കിത് ഗ്യാസ് കുറച്ച് വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഒരു 10 മിനിറ്റോളം നമ്മളിത് വെച്ചതിന് ശേഷം ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ച് വയ്ക്കാം. നമുക്കിത് അടച്ച് വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.